Hello, 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 hello. Praise the Lord. Hello. Praise the Lord, praise the Lord. നിങ്ങൾ സ്തുതിച്ചോളൂ, 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 സ്തുതിച്ചോളൂ. നിങ്ങൾ സ്തുതിച്ചോളൂ. ഞാനിപ്പോൾ എൻ്റെ ഈ സിസ്റ്റം ഒന്ന് സെറ്റിലാക്കണം. ഐ ഹാവ് ടു സെറ്റപ്പ് മൈ യൂട്യൂബ്. നിങ്ങൾ സ്തുതിച്ചോളൂ. ഞാനിപ്പോൾ അതെന്തുകൊണ്ട് നിങ്ങൾ ചെയ്തോ? അപ്പം ഈശോയുടെ നാമത്തിൽ ബ്രദറിനെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിൽ പല പ്രാവശ്യം ബ്രദർ വന്നിട്ടുണ്ട്. നമ്മളെ മധ്യസ്ഥ പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിക്കാനും പിന്നെ ഈ മിനിസ്ട്രിയുടെ പ്രത്യേകതകളെ കുറിച്ചൊക്കെ നമ്മളെ പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് ബ്രദർ നമ്മുടെ കൂടെ ഇതിനു മുമ്പ് പല തവണ പല ഗ്രൂപ്പുകളിലായിട്ട് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്, മലയാളം ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്, പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇന്തോനേഷ്യൻ ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബ്രദറിന് പ്രത്യേകമായിട്ട് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ കാത്തലിക് ലോകത്തിലെ പ്രത്യേകിച്ച് മലയാളികളുടെ ഇടയ്ക്ക് ബ്രദറിനെ അറിയാത്തവരാരും കാണാൻ പറ്റില്ല. വേറെ ബ്രദർ ഇന്ത്യയിലാണ്, ഇന്ത്യയിലാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് ഇത് ജോയിൻ ചെയ്യുന്നത്. ബ്രദറെ എല്ലാവരുടെയും പേരിൽ വൈദികരുടെ നമ്മുടെ കൂട്ടായ്മയിലുള്ള ഒത്തിരി വൈദികരുണ്ട്. എല്ലാവരും മിനിസ്ട്രിയൊക്കെ തിരക്കാണ്, പക്ഷെ വരും. അവരുടെ എല്ലാവരുടെയും നാമത്തില് ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരം 24 മണിക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ഇത് മാത്രമല്ല നമുക്ക് ജോമാല വെച്ചിട്ടുണ്ട്, അതിലെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും നാമത്തില് ബ്രദറിന് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. അതുവരെ നമുക്ക് സെറ്റ് ചെയ്യാം. അല്ല, ബ്രദർ സെറ്റ് ചെയ്യുന്നത് നമുക്കൊന്നും കൂടെ സ്തുതിക്കാവുന്നതാണ് പറഞ്ഞത്.
ബ്രദറെ അൺമ്യൂട്ട് ചെയ്തുവോ? എന്ത് ഇല്ല ഞാൻ ഒരു മിനിറ്റ്. ഞാൻ എന്ത് ചെയ്യണം? ബ്രദർ ആരാധന ഓക്കെ ഇപ്പോൾ ശരിയായിരുന്നുണ്ട്. നമുക്ക് ഇന്ന് ഈ ഒരു എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മള് സമയം ഒന്നിച്ച് വരുന്നത് ഇപ്പോൾ ശരിയായി. യെസ്, നൗ ഐ ആം റെഡി. ഓക്കെ, നമ്മളൊരു മിനിറ്റ് കൂടി ഒന്ന് പ്രാർത്ഥിച്ച് എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ഒരു ഇൻസ്പിറേഷൻ നമ്മൾ ആരാധനയും അത്ഭുത രോഗശാന്തി സൗഖ്യ പ്രാർത്ഥനയും നടത്താനാണ്. ഓക്കെ, കേട്ടോ? ഓക്കെ, നമ്മളിപ്പോൾ ആരാധനയും നിത്യ പുരോഹിതനായ ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അത്ഭുതകരമായ പ്രത്യേകിച്ച് ഞാനത് ക്ലാസ്സിലൂടെ എടുക്കാം ഇപ്പോൾ. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു. നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാം ഈശോയെ ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. നമുക്കെല്ലാവർക്കും നിത്യപുരോഹിതനായ ഈശോയെ ആരാധിക്കാം. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ പറഞ്ഞ വാക്യതാണ്, ഞാനാകുന്നു ജീവൻ്റെ അപ്പം. ഞാനാകുന്നു ജീവൻ്റെ അപ്പം. ഞാനാകുന്നു ജീവൻ്റെ അപ്പം. ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഞാനാകുന്നു ജീവൻ്റെ അപ്പം. അതായത് ഈ അപ്പം എന്ന് പറയുന്നത് വെറും ഒരു അപ്പമല്ല, ഞാൻ ഒരു വ്യക്തിയാകുന്നു. ജീവൻ മരിച്ചു ഉയർത്ത ഈശോ മിശിഹാ തന്നെ ആകുന്ന വ്യക്തിയാകുന്നു. ഉയർപ്പിൻ്റെ ആ ശക്തിയാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആരംഭം. ഈശോ ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നു, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ കൃത്യമായി നമ്മുടെ വിശ്വാസം വ്യർത്ഥമെന്ന് പൗലോസ്യ പറയുന്നതിൻ്റെ അന്തരാർത്ഥം ഇതാണ്. ഈശോ ഉയർത്തതിന് ശേഷമാണ് ക്രിസ്തീയത ഉണ്ടായത്. എന്നാൽ അതേ സമയത്ത് ഈശോയുടെ മനുഷ്യാവതാരം മുഴുവനും ആ ഉയർപ്പിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. ഈശോ മനുഷ്യാവതാരത്തിലൂടെ നമ്മളെല്ലാവരെയും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. അത് വിശ്വസിക്കുന്നുവോ? അതാണ് മനുഷ്യാവതാരത്തിലൂടെ സകല മനുഷ്യരെയും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. സകല മനുഷ്യരെയും. അങ്ങനെ ലോകം മുഴുവനുമുള്ള എല്ലാ ജാതി മതസ്ഥരും ഈശോയുടെ ശരീരത്തിൽ ഒരു ശരീരമായിട്ടുണ്ട് എന്ന് നാം വിശ്വസിക്കണം. പലപ്പോഴും നമ്മൾ ഈശോയെ ആരാധിക്കുമ്പോൾ എന്തുദ്ദേശിച്ചിട്ട് ആരാധിക്കണേ? ഈശോ ആരാണ്? ഈശോ ദൈവമാണ്.
എന്നാൽ നമ്മൾ ദിവ്യാരണ്യ ആരാധനയുടെ അവസാനത്തെ വാഴ്വ് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയിൽ പാടുന്നത് എന്താ? ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. കണ്ടോ? ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ജെയിൻ ഉണ്ടോ? ജെയിൻ കയറിയിട്ടുണ്ടോ? ഞാനത് ചോദിക്കാൻ മറന്നുപോയി, അതുകൊണ്ട് പറയാനും മറന്നുപോയി. ഇതാരെങ്കിലും ഒന്ന് പാടാമോ? ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാനൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ, സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. ഓക്കെ, താങ്ക് യു ഷാജി. അപ്പം നമ്മൾ ഈ ഓസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോനെ ഇനി ആ ഈശോയുടെ പടം കണ്ടാലേ വിശ്വസിക്കുള്ളൂ എന്നുണ്ടോ? ഒരുപാട് പേര് എനിക്ക് ആ ഇതൊക്കെ അയച്ചു വന്നു. എനിക്കത് കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. അപ്പോൾ ഇത്രയും നാളെന്താ വിശ്വസിച്ചിരുന്നത്? ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരവസ്ഥ. ശരിയായിരിക്കാം, ചിലർക്ക് പടം കണ്ടാലേ വിശ്വാസമാവുള്ളൂ. ഇപ്പോൾ ഇന്നലെ ദുറാന തിരുനാളിൻ്റെ ദിവസം തോമാശ്ലീഹായോട് കർത്താവ് പറഞ്ഞെന്താ? കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. കാണാതെ വിശ്വസിക്കുന്നവൻ. അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാന ഒരു രഹസ്യം ഇതാണ്. ഈ ഈശോ മിശിഹ ഉയർത്തെഴുന്നേറ്റ് നമ്മളെയുമായിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. ആ സ്വർഗാരോഹണത്തിന് ശേഷമാണ് കത്തോലിക്കരുണ്ടായത്, ക്രിസ്തീയത ഉണ്ടായത്. നമ്മളെല്ലാവരും ഈശോയുടെ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിൻ്റെ ഭാഗമാണ്. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായം 6-ാമത്തെ വചനം പറയുന്നത് ഇതാണ്: അവിടുന്ന് നമ്മെ യേശുക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ചു. എഫേസോസ് 2:6. ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു, കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, യേശുക്രിസ്തുവിനോട് കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ചു, സ്വർഗത്തിൽ അവനോട് കൂടെ ഇരുത്തുകയും ചെയ്തു. സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ ലോകത്തിൽ കിടന്നിങ്ങനെ കഷ്ടപ്പെടുന്നത്? അതാണ് വിശ്വാസത്തിൻ്റെ രഹസ്യം. നമ്മൾ ഈ ലോകത്തിലാണ്, എന്നാൽ അതേ സമയത്ത് നമ്മൾ യേശുക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിലുമാണ്. അപ്പോൾ സ്വർഗം എന്ന് പറയുന്നത് ആകാശത്തിന് മീതെ ഒരു സ്ഥലമായിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ത്രിത്വൈക ദൈവവുമായിട്ടുള്ള സംസർഗമാണ്. ഓക്കെ, അപ്പം അതാണ് ഈശോ പറഞ്ഞത്: എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ്റെ രക്തം പാനം ചെയ്യും, മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി. കേട്ടോ, ഇത് ഈശോ തന്നെ പറഞ്ഞ വചനമാണ്. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. ആ ജീവനുള്ള അപ്പം തന്നെയായ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നമുക്ക് ഭക്ഷിക്കാൻ തന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വലിയ തർക്കമുണ്ടായി. ഈശോ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ശരീരം ഭക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർക്ക് ആകെ കൺഫ്യൂഷനായി. ഇതെങ്ങനെ ഈ മനുഷ്യൻ്റെ ശരീരം ഞങ്ങൾ ഭക്ഷിക്കാം? പക്ഷേ അത് വരാനിരിക്കുന്ന ഈശോയുടെ ഉയർപ്പിൻ്റെയും ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഉണ്ടാകാനിരിക്കുന്ന ആ ഉത്ഥിത ശരീരത്തെക്കുറിച്ചുള്ള പ്രവചനമാണെന്ന് അവർക്ക് മനസ്സിലായില്ല. ഈശോയുടെ സുവിശേഷം മുഴുവനും 3 വർഷത്തെ ഈശോയുടെ സുവിശേഷം മുഴുവനും പ്രവചനാത്മകമായിട്ട് നമ്മൾ കാണണം. വരാനിരിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് അത് മുഴുവനും.
എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവനിൽ ഞാൻ വസിക്കുകയും അവൻ എന്നിൽ വസിക്കുകയും ചെയ്യും. നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ നാം. കണ്ടോ, നമ്മൾ എന്തോരം പാടാറുള്ളതാണ്. യേശുനാഥ. ഷാജി അത് രണ്ടുപേരും പാടിയേ. എല്ലാവരും പാടാം, അല്ലെങ്കിൽ അറിയാവുന്നവർ പാടാം. നിന്നിൽ ഞാനും നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ അപ്പോൾ ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യം. നമ്മൾ ഈ ഭൂമിയിലാണെങ്കിലും നമ്മുടെ ജീവൻ യേശു ക്രിസ്തുവുമായിട്ട് ഒന്നായി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ക്രിസ്തുവിലാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇനിമേൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. എല്ലാവരും അതൊന്ന് ഹൃദയത്തിൽ സ്വീകരിച്ച്, നമ്മൾ ഈ ലോകത്തിലുള്ള പാപകരമായ സാഹചര്യങ്ങളിലാണെങ്കിലും ക്രിസ്തു നമ്മളിലുണ്ട്. അപ്പോൾ നമുക്കാകെ സംശയം, അയ്യോ ഞാൻ ഇത്ര അശുദ്ധനായ എന്നെ ക്രിസ്തുവിൽ എങ്ങനെയാകുന്നത്? അതാണ് മനുഷ്യാവതാര രഹസ്യം. മനുഷ്യനെ ദൈവം തൻ്റെ ശരീരത്തിൽ, മനുഷ്യാവതാരത്തിൽ ദൈവം തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തത് നമ്മൾ വിശുദ്ധരായപ്പോഴല്ല. ആദത്തിൻ്റെ പാപം മൂലം അധപ്പതിച്ച നമ്മളെയാണ് ഈശോ തൻ്റെ ശരീരത്തിലെടുത്തത്. അതാണ് നമ്മൾ സീറോ മലബാർ കുർബാനയിലും ലത്തീൻ കുർബാനയിലും ഉള്ള പ്രാർത്ഥനകളെ, പ്രത്യേകിച്ച് കുർബാനയിലെ പ്രാർത്ഥനകളെ വളരെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കണം. ഒന്ന്, ഇപ്പോൾ അനാഫറ പ്രാർത്ഥനയിൽ സീറോ മലബാർ ആരാധനാക്രമത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ്. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ കാര്യമാണ് അങ്ങ് ചെയ്തത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. രാസാക്രമം കുർബാന പുസ്തകത്തിൽ 79-ാമത്തെ പേജിലാണ്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. മനുഷ്യപ്രകൃതി, പാപകരമായ മനുഷ്യപ്രകൃതിയെ ഈശോ ഏറ്റെടുത്തുകൊണ്ട് ഈശോയുടെ ദൈവപ്രകൃതിയെ നമുക്ക് കൈമാറി. അതിന് മലയാളത്തിൽ അതിനൊരു പറ്റിയൊരു വാക്കേ ഇല്ല. അതാണ് കാറ്റക്കിസത്തിൽ പറയുന്നത്. 526-ാം നമ്പറിൽ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്, ഹി ഹാസ് മെയ്ഡ് എ ഹോളി എക്സ്ചേഞ്ച്. അപ്പോൾ ലത്തീൻ ആരാധനാക്രമത്തിൽ അങ്ങ് ഞങ്ങളുടെ അധപ്പതിച്ച അവസ്ഥയെ സമുദ്ധരിച്ചു. അധപ്പതിച്ച അവസ്ഥ എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് നമ്മൾ അധപ്പതിച്ചു? ഞങ്ങളുടെ മൃതമായ അവസ്ഥയെ അങ്ങ് സമുദ്ധരിച്ചു. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചു. ഞങ്ങൾക്ക് പുതുജീവൻ നൽകി. എന്ന് പറഞ്ഞാൽ, ആദത്തിൻ പിഴ കാരണമായി മർത്യന് വന്ന കടം വീട്ടി ക്രിസ്തു നമുക്കായി തൻ രക്തം ചിന്തി ഒഴിച്ച ശിക്ഷകളും ആകയാൽ രക്ഷകൻ ആഗമിക്കാൻ ഹേതുവാം പാപമേ ഭാഗ്യപൂർണം ഈ രാവിൽ തന്നെ. കണ്ടോ, അതാണ് ഉത്ഥാന രാത്രിയിലത്തെ ഗീതം, ആഹ്ലാദ ഗീതം. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അന്തസത്ത. അതായത് മനുഷ്യവംശത്തെ
അവൻ്റെ പാപത്തോടു കൂടെ കർത്താവ് തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. അപ്പോൾ ലത്തീൻ ആരാധനാക്രമത്തിലെ ഉത്ഥാന ആമുഖ ഗീതങ്ങളിൽ ഒന്നിങ്ങനെയാണ്: കർത്താവേ, അങ്ങയുടെ മനുഷ്യാവതാരത്തിലൂടെ അങ്ങ് ഞങ്ങളെ പിതാവുമായിട്ട് അനുരഞ്ജിപ്പിക്കുകയും. കണ്ടോ, അവിടെ പാപിയായ നമ്മളെ അനുരഞ്ജിപ്പിച്ചു. അങ്ങയുടെ പീഡാനുഭവത്തിലൂടെ ഞങ്ങളുടെ പാപങ്ങളെ ഉന്മൂലനം ചെയ്യുകയും. കണ്ടോ, അങ്ങയുടെ ഉത്ഥാനത്തിലൂടെ ഞങ്ങളെ പുതുജീവൻ നൽകുകയും അങ്ങയുടെ സ്വർഗാരോഹണത്തിലൂടെ അങ്ങ് ഞങ്ങൾക്കായി സ്വർഗം തുറക്കുകയും ചെയ്തതിനാൽ ഞങ്ങൾ അങ്ങയെ സകല മാലാഖാവൃന്ദത്തോടും വിശുദ്ധരോടും ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിച്ചു പാടുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ. അതാണ് ഇത്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അയ്യോ, ഇത് കടിച്ചാൽ പൊട്ടാത്ത ഇത്തിരി കഠിനമായ കാര്യമാണല്ലോ. എല്ലാ ദിവസവും കുർബാനയിൽ പ്രാർത്ഥിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. മനസ്സിലായോ? കുർബാന കുടുംബ ഒന്ന് ശ്രദ്ധയോടെ കേട്ടിരുന്ന് ലയിച്ച് പ്രാർത്ഥിക്കണം. ദിവ്യകാരുണ്യ ആരാധന എന്ന് പറയുന്നത് ദിവ്യകാരുണ്യ കുർബാനയുടെ കണ്ടിന്യൂവേഷനാണ്. ആ ഈശോയെ നോക്കിയിരിക്കുമ്പോൾ ആ കുർബാനയിൽ കേട്ട വാക്കുകളെ ധ്യാനിക്കാനുള്ള ഒരവസരമാണ്. കാരണം കുർബാന ചിലപ്പോൾ 25 മിനിറ്റ് കൊണ്ട് കഴിച്ചു പോകും. എന്ത് ചെയ്യാം? നമ്മൾ പറയാം, അച്ചോ വേഗം കഴിക്കണേ, ഇന്ന് എനിക്ക് ജോലിക്ക് പോകാനുള്ളതാണ്, എനിക്ക് ഡ്യൂട്ടി ഉള്ളതാണ്, അതുകൊണ്ട് ഒരു 20 മിനിറ്റിൽ പ്രസവമൊന്നും വേണ്ട, വേഗം കുർബാന കഴിക്കണം. ശരി, വേഗം കഴിക്കാം മോളെ. അങ്ങനെ 20 മിനിറ്റ് 25 മിനിറ്റ് ഇത് കുർബാന കഴിഞ്ഞു. ഈ പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് താനും. പക്ഷേ നമ്മളത് മനസ്സിലാക്കി സാവധാനം പ്രാർത്ഥിക്കണമെങ്കിൽ കുറച്ചുകൂടി സമയം വേണം. എന്ത് ചെയ്യാൻ പറ്റും? അച്ഛന്മാരെ കുറ്റം പറയാൻ പറ്റുമോ? നമ്മൾ തന്നെയാണ് കാരണക്കാരൻ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ ആരാധന എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയുടെ ആരാധന എന്ന് പറയുന്നത് ഈ കുർബാനയുടെ എക്സ്റ്റൻഷനാണ്. ഹലോ ഇപ്പോൾ ഇത് ലൈവ് നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് കൈയിട്ട് സംസാരിക്കാം. ഓക്കെ, പിന്നെ വിളിക്കാം. ഓക്കെ. ഓക്കെ, സ്നേഹമുള്ളവരെ, ഞാൻ പറയണത് കൊണ്ട് നിങ്ങൾ വിഷമം വിചാരിക്കരുത്. നമ്മൾ ഈ നിത്യാരാധന അല്ലെങ്കിൽ ഈശോയുടെ മുമ്പിൽ പോയി ഇരുന്നിട്ട് ആരാധിക്കുമ്പോൾ എന്താണ് നമ്മൾ അവിടെ ആരാധിക്കുന്നത്? അവിടെ ആരാധിക്കുമ്പോൾ ഞാൻ വളരെ വളരെ വിനീതമായിട്ട് നിങ്ങളോട് പറയുകയാണ്, നമ്മൾ കുർബാനയിലെ പ്രാർത്ഥനകളെ തന്നെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഓരോ പ്രാർത്ഥനകളും ഏത് രീതിയിലെ കുർബാന എടുത്താലും വളരെ അഗ്രാഹ്യമായ രഹസ്യങ്ങളാണ്. ഇന്നത്തെ വിശുദ്ധ കുർബാനയിലെ ഇപ്പം നിങ്ങൾ കുർബാന കൂടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് മാസാദ്യ വെള്ളിയാഴ്ചയും കൂടിയാണ്. ഇന്നത്തെ കുർബാനയിൽ വായിച്ച സുവിശേഷ ഭാഗം ഓർക്കുന്നവരൊന്ന് കൈവെക്കാമോ? ഇന്നത്തെ സുവിശേഷ ഭാഗം ഓർക്കുന്നവരൊന്ന് കൈവെക്കാമോ? ഈ സൂമിൽ കൈവെക്കണം എങ്ങനെയെന്നൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. കൈവെക്കാമോ? കൈവെക്കില്ലെങ്കിൽ നിങ്ങളെല്ലാം ഫെയിലാവും കേട്ടോ. എത്ര പേര്? ഒരാളല്ലേ കൈ പൊക്കിയിട്ടുള്ളൂ. ഓക്കെ, എനിവേ, ഞാൻ പറയണ്ടേ ഗ്ലാഡീസ്, റാണി ജോസഫ്, ടെസ്സൻ, ഓക്കെ, താങ്ക് യു. അപ്പോൾ ഒന്ന്, നമ്മൾ ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ
ഇരിക്കുമ്പോൾ ആദ്യം നമ്മളുടെ മനസ്സിൽ വരേണ്ടത് അന്നത്തെ സുവിശേഷമാണ്. അത് ഈശോ നമുക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് ജീവിക്കുന്ന നമുക്ക് വേണ്ടി തന്നതാണത്. ഇന്ന് എനിക്ക് കിട്ടിയ വലിയ ഒരു സമ്മാനം ഇതായിരുന്നു. ഇന്നത്തെ പ്രസംഗം ഞാനിവിടെ POCയുടെ നേരെ എതിർവശത്താണ് താമസിക്കുന്നത്. POCയിലെ ഡയറക്ടർ അച്ഛൻ ഫാദർ തോമസ് ആണ് പ്രസംഗിച്ചു. വളരെ മനോഹരമായിരുന്നു. അതിൽ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. അച്ഛൻ പറഞ്ഞു, മത്തായിയുടെ വീട്ടിലേക്ക്, മത്തായി ചുങ്കസ്ഥലത്തിരിക്കുന്ന മത്തായിയുടെ അടുത്തേക്ക് ഈശോ ചെന്നു. ഈശോ പറഞ്ഞു, എന്നെ അനുഗമിക്കുക. മത്തായി ഉടനെ അവിടെ നിന്ന് എഴുന്നേറ്റു. ഈ ചുങ്കപ്പണം പിടിച്ച പെട്ടിയൊക്കെ അവിടെ ഉപേക്ഷിച്ചു, കംപ്ലീറ്റ് ഉപേക്ഷിച്ചു, അനുധാവനം ചെയ്തു. കണ്ടോ, ഇത് നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഇതാണ്, ഈശോ മത്തായിയുടെ വീട്ടിലേക്ക് ചെന്നു. കണ്ടോ, അപ്പോൾ അതിൽ ഒരു മനോഹരമായ ചിന്ത ഇന്ന് കിട്ടിയത് ഇതാണ്, ഫോളോ മീ, എന്നെ അനുധാവനം ചെയ്യുക എന്ന് പറഞ്ഞു. യേശു അവിടെ നിന്ന് ചുങ്കസ്ഥലത്ത് യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. അപ്പോൾ അച്ഛൻ ഇന്ന് പറഞ്ഞ സുവിശേഷം ഇതാണ്, അവൻ യേശുവിനെ അനുഗമിച്ചു, അപ്പോൾ യേശു അവനെ അനുഗമിച്ചു. കണ്ടോ, അടുത്ത വചനം പറയുന്നത്, യേശു അവൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്നു. കണ്ടോ, അവൻ യേശുവിനെ അനുഗമിച്ചു കഴിഞ്ഞപ്പോൾ യേശു അവനെ അനുഗമിച്ച് അവൻ്റെ പുറകെ അവൻ്റെ വീട്ടിലേക്ക് പോയി. എനിക്കത് ഭയങ്കര ഒരു അനുഭവമായിട്ട് തോന്നിയിരുന്നു. ആരാണ് ഈശോ? ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അന്ധകാരം നിറഞ്ഞ അവസ്ഥയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയാണ് ഈശോ. അവിടെ എന്താ, ചുങ്കക്കാരൻ മത്തായിയുടെ വീട്ടിൽ ഭയങ്കര പാർട്ടി. ആ നാട്ടിലുള്ള എല്ലാ പാപികളും എല്ലാ കൊള്ളക്കാരും അവിടെയുണ്ട്. കണ്ടോ, ഈശോ വിശുദ്ധരായരുടെ അടുത്തേക്കാണോ പോയത്? എന്നിട്ട് അവിടെ വെച്ചാണ് ഈശോയുടെ ചരിത്രപ്രസിദ്ധമായ പ്രബോധനം, ഞാൻ വന്നിരിക്കുന്നത് വിശുദ്ധരെ തേടിയല്ല, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ്. ഈശോ ആ മത്തായിയുടെ ഒരു പാപവും അവിടെ കണ്ടില്ല എന്നുള്ളതാണ്. മത്തായിയെ തൻ്റെ അപ്പസ്തോലനായി തിരഞ്ഞെടുത്തു. എന്ത് ക്വാളിഫിക്കേഷനാണ് മത്തായിക്ക് ഉണ്ടായിരുന്നത്? അതിന് ചുങ്കക്കാരൻ മത്തായി ഇതാ ഈശോയുടെ 12 അപ്പസ്തോലന്മാരിലെ വളരെ പ്രധാനിയായിട്ടൊരു അപ്പസ്തോലൻ, ഒരു ഗോസ്പൽ റൈറ്റർ, ഒരു വലിയ രക്തസാക്ഷി. അപ്പോൾ അവിടെ നമ്മൾ ഈശോയെ അനുഗമിക്കുമ്പോൾ ഈശോ നമ്മളെ അനുഗമിക്കുന്നു. ഈശോയും നമ്മളുമായിട്ടൊരു കൂട്ടായ്മയാവുന്നു. ഇനി അവിടെ വേറൊരു കാര്യം കൂടി ഇന്ന് കേട്ടത് ഇതാണ്, നമ്മളെ ഈശോ കണ്ടെത്തുന്നത് പള്ളിയിലോ വലിയ പിൽഗ്രിമേജ് സ്ഥലത്തോ ഒന്നുമല്ല. മത്തായിനെ കണ്ടത് മത്തായിയുടെ ചുങ്കസ്ഥലത്താണ് ഈശോ ചെന്നത്. ചിലപ്പോൾ നമ്മൾ അനുഭവം ഉണ്ടാവുന്നത് രാജകേന്ദ്രത്തിലാകാം, പള്ളിയിലാകാം, ആരാധനയിലാകാം, വലിയ തീർത്ഥാടന കേന്ദ്രത്തിലാകാം. പക്ഷേ ഇവിടെ ഒന്നുമല്ല സുവിശേഷത്തിലെ ഓരോ അപ്പസ്തോലന്മാരെയും കർത്താവ് കണ്ടെത്തിയത്. അവരുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായ പിരിമുറുക്കങ്ങളുടെ ഇടയിലാണ്. പ്രത്യേകിച്ച് വീട്ടമ്മമാരായിട്ടുള്ള നിങ്ങളോടും ജീവിതത്തിൻ്റെ അതിഭയാനകമായ അവസ്ഥയിൽ ജീവിക്കുന്ന നിങ്ങളോടും നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളും വളരെയധികം ബുദ്ധിമുട്ടുകളുടെ ഇടയിലാണ് കർത്താവ് നിങ്ങളെ കണ്ടെത്തുന്നത്. അതാണ് ഇവിടുത്തെ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വേറൊരു രഹസ്യം. അവൻ മത്തായിനെ കർത്താവ് കണ്ടത് എവിടെയാ? ചുങ്കപ്പുരയിൽ. ഇനി മറ്റൊരു കാര്യം കൂടി ഇന്നത്തെ വായനയിൽ എന്നെ സ്പർശിച്ചൊരു കാര്യം ഉൽപ്പത്തി പുസ്തകത്തിലെ വായനയായിരുന്നു. ഉൽപ്പത്തി 24-ാം അധ്യായത്തിൽ അബ്രാഹാം തൻ്റെ
വേലക്കാരൻ അല്ലെങ്കിൽ തൻ്റെ ദാസനായ അയാളെ വിളിച്ചിട്ട് എന്താ എൻ്റെ പേര് ഞാൻ മറന്നുപോയി പെട്ടെന്ന്, എലിയാസറിനെ വിളിച്ചിട്ട് പറയാണ്, നിൻ്റെ ആ കൈ ഇങ്ങോട്ട് കൊണ്ടുവന്ന് എൻ്റെ തൊടയിൽ വെച്ചൊരു സത്യം ചെയ്യും. അങ്ങനെ അവനെ കൊണ്ടൊരു സത്യം ചെയ്യിപ്പിച്ചിട്ട് എലിയാസറിനെ അയക്കുകയാണ്. അബ്രാഹാം തൻ്റെ മകൻ ഇസഹാക്കിനെ വധുവിനെ അന്വേഷിക്കാൻ വേണ്ടി, നീ പോയിട്ട് എൻ്റെ നാട്ടിലേക്ക് പോയിട്ട് അവിടെ ചെന്ന് ഞങ്ങളുടെ എൻ്റെ വീട്ടുകാരുടെ ഇടയിൽ നിന്നും അവന് വേണ്ട അവന് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന അവൻ്റെ ഭാര്യയെ കണ്ടെത്തി കൊണ്ടുവരണം. എന്തോ ഒരു വലിയൊരു കാര്യമാണ്. അല്ല, ഇവനെ എങ്ങനെ കണ്ടുപിടിക്കാനത്? അപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ യജമാനനെ, അവളെ ഒന്ന് ആലോചിച്ചു, ഇത്രയും ദൂരത്തുനിന്ന് പോയിട്ട് ആ പെണ്ണിനെ കണ്ടെത്തി കഴിഞ്ഞാൽ അവളെ നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. അവള് വന്നില്ലെങ്കിലോ? ആലോചിച്ച് നോക്കിയേ, അവൾ വന്നില്ലെങ്കിലോ? അപ്പോൾ അബ്രഹാം പറയാണ് അവൾ വരും. എന്താ അബ്രഹാം പറയണതിന് കാര്യം പറയും. എൻ്റെ പിതാവിൻ്റെ 24:7 എൻ്റെ പിതാവിൻ്റെ വീട്ടിൽ നിന്നും ചാർച്ചക്കാരിൽ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവന്നവനും എന്നോട് സംസാരിച്ചവനും. എന്താ സംസാരിച്ചത്? നിന്റെ സന്തതികൾ ഈ ഭൂമിയിൽ നിന്റെ സന്തതികൾക്ക് ഈ ഭൂമി ഞാൻ തരുമെന്ന് വാഗ്ദാനം ചെയ്തവനുമായ ആകാശത്തിൻ്റെ ദൈവമായ കർത്താവ് തൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അയക്കും. പ്രൈസ് ദ ലോർഡ്. അതായത് അബ്രാഹത്തിനോട് നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ സന്തതികൾ ഉണ്ടാവും എന്ന് പറഞ്ഞ കർത്താവ്, ആ കർത്താവ് സന്തതി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവൻ്റെ മകന് ഒരു ഭാര്യ വേണം, എന്നാലേ സന്തതി ഉണ്ടാവുള്ളൂ. പോയിന്റ് നോക്കേ, നമ്മൾ ഈ വാഗ്ദാനങ്ങളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും നമ്മൾ ബേജാറായി കഷ്ടപ്പെട്ട് ആകുലപ്പെട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. കർത്താവ് നൽകിയ വാഗ്ദാനത്തിൽ വിശ്വസിച്ചാൽ പോരാ, ആ വാഗ്ദാനം നടപ്പാക്കുന്നതും കർത്താവ് തന്നെയാണെന്ന് വിശ്വസിക്കണം. അബ്രഹാം പറയാണ്, ആ കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോകും. ഇത് നമുക്കറിയാലോ, എലിയാസർ അവിടെ ചെന്നപ്പോഴേക്കും തന്നെ ആദ്യം കണ്ടത് ഒരു പെൺകുട്ടി കിണറ്റുകരയിൽ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നു. അവളെ കണ്ടപാടെ മനസ്സിലായി, ഇവളാണ് എൻ്റെ യജമാനൻ്റെ ഭാര്യ. കണ്ടോ, കർത്താവ് മുമ്പേ പോകണം. എന്നിട്ട് അവളോട്, നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വരികയാണ്. വീട്ടുകാരാകെ ആശ്ചര്യപ്പെട്ടു, നീ എങ്ങനെ ഒറ്റയ്ക്ക് പോകും? ഞാൻ പോവുകയാണ്. എന്തുകൊണ്ടാ? കർത്താവിൻ്റെ ദൂതൻ അവിടെ പ്രവർത്തിക്കണം. ഓക്കെ, അപ്പം ഇതെല്ലാം ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നിന്ന് എനിക്ക് കിട്ടിയ വളരെ പ്രധാനപ്പെട്ട ചിന്തയാണ്. ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ അതിങ്ങനെ തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈശോയെ ആരാധിക്കുമ്പോഴും അതിനുശേഷം എനിക്കുണ്ടായ ചിന്ത, ഇന്നത്തെ തിരുഹൃദയത്തിൻ്റെ തിരുനാളിൽ ഇന്നത്തെ സുവിശേഷ വായനയ്ക്ക് മുമ്പുണ്ടായ വചനം ഇതായിരുന്നു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുത്ത് വരും. നമ്മൾ ഈ ഭാരം ചുമക്കണു എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഭാരമാണ് നമുക്കുള്ളത്. എന്നാൽ ഇവിടെ എല്ലാ ഭാരവും കർത്താവ് ഏറ്റെടുക്കുന്നുള്ളതാണ്. അതാണ് ഈശോയുടെ തിരുഹൃദയം. അപ്പോൾ ഇന്നത്തെ ലത്തീൻ ആരാധനാക്രമത്തിലെ ആമുഖഗീതം അതായിരുന്നു. ആ ആമുഖഗീതം പറയുന്നത്, കുരിശിൽ തൻ്റെ ജീവൻ ബലിയർപ്പിച്ചപ്പോൾ അവിടുത്തെ ഹൃദയത്തിൽ നിന്നും ഒഴുകിയ രക്തവും ജലവും സകല മനുഷ്യരുടെയും പാപത്തിൽ നിന്നും വിശുദ്ധീകരണവും നീതീകരണവും രക്ഷയും കൊടുത്തു. അതിനാൽ ഞങ്ങൾ അങ്ങയുടെ ഹൃദയത്തിൽ ഞങ്ങളെല്ലാവരെയും അങ്ങ് സംവേശിപ്പിച്ചിരിക്കുന്നതിനാൽ സകല മാലാഖാവൃന്ദത്തോടും ചേർന്ന് ഞങ്ങൾ അങ്ങയെ പാടി സ്തുതിക്കുന്നു. കണ്ടോ സ്നേഹമുള്ളവരെയും, ഞാനിതൊക്കെ പറയുന്നത് ഇച്ചിരി കൂടിപ്പോകുമെന്ന് വിചാരിക്കരുത്. നമ്മൾ വിശ്വാസത്തിൽ വളരണമെങ്കിൽ വിശുദ്ധ കുർബാനയിലൂടെ
മാത്രമേ നമുക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. അത് ചുമ്മാ ഓടിച്ചിങ്ങനെ കേട്ടാൽ പോരാ. ആ കുർബാനയിലെ പ്രാർത്ഥനകൾ, ഒരു കുർബാനയുടെ വലിയ തക്സ തന്നെ നിങ്ങൾ വാങ്ങണം. മനസ്സിലായ? ഇപ്പോൾ സുറിയാനി കുർബാനയിലെ തക്സ, കുർബാന പുസ്തകം മുഴുവനും തക്സയാണ് നമുക്ക് കിട്ടും. ലത്തീൻ കുർബാനയിൽ എൻ്റെ അടുത്ത് ആ വലിയ പുസ്തകമുണ്ട്. അപ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെയൊക്കെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. എനിവേ, ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈശോയുടെ പീഠാനുഭവം അല്ലെങ്കിൽ മനുഷ്യാവതാരം, മരണം, ഉയർപ്പ്, സ്വർഗാരോഹണം, ഇത് മുഴുവനിലും നമ്മൾ ഓരോരുത്തരും ഉണ്ട്. ഈശോയുടെ മനുഷ്യാവതാരം മുതൽ നമ്മുടെ ജീവിതത്തെ ഈശോയുടെ ജീവിതവുമായിട്ട് ഒന്നാക്കിയിട്ടാണ് ഈശോ മുന്നേറുന്നത്. അങ്ങനെയുള്ള മുന്നേറ്റത്തിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിലുള്ള പ്രയാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില പ്രയാസങ്ങളെ ഞാനിപ്പോൾ എടുത്ത് പറയാൻ പോവുകയാണ്. അപ്പോൾ അത് നമ്മൾ കണക്കിലാക്കുകയാണെങ്കിൽ മറ്റുള്ള പ്രയാസങ്ങൾക്ക് നിസ്സാരമായിരിക്കും. നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടാകേണ്ട ഒരു അഭിവൃദ്ധി ഇതാണ്. അതായത് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ചിത്രം ജന്മന അന്ധനായ യോഹന്നാൻ്റെ സുവിശേഷം 9. അവൻ കടന്നു പോകുമ്പോൾ, ഈ കടന്നു പോകുന്നു എന്നെല്ലാം പറയണതിന് വളരെ ആത്മീയ അർത്ഥമുണ്ട്. അതിനെക്കുറിച്ച് വിശുദ്ധ അഗസ്തീനോസ് എല്ലാം പറയുന്നത്, അതായത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യരെല്ലാം തൻ്റെ ശരീരത്തിൽ എടുത്തുകൊണ്ട് വീണ്ടും സ്വർഗത്തിലേക്ക് പുനരുത്ഥാനത്തിലൂടെ കൊണ്ടുപോകാനുള്ള ആ കടന്നുപോകലാണ്. എനിക്കത് വായിച്ചപ്പോണ്ടായ സന്തോഷവും അതേ സമയത്തുള്ള അനുതാപവും, കർത്താവേ എത്ര വൈകി ഞങ്ങളിതൊക്കെ അറിയാൻ. എന്താണ് ഈ അവൻ കടന്നു പോകുമ്പോൾ എന്ന് പറഞ്ഞതിൻ്റെ ഒരു വ്യാഖ്യാനം ഇതാണ്. ദൈവം മനുഷ്യനായി അവതരിച്ച് സ്വർഗത്തിൽ നിന്നിറങ്ങി. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നതാണ് ഇതൊക്കെ. ഇറങ്ങി മനുഷ്യനായി, നമ്മളെല്ലാവരും അവൻ്റെ ശരീരത്തിലായി, സകല ജാതികളും, വിജാതീയനും യഹൂദനെന്നും ഒരു വ്യത്യാസമില്ലാതെ. ഇനി എന്താ? ഇനി നമ്മളെയും കൊണ്ട് സ്വർഗത്തിലേക്കുള്ള കടന്നുപോകലിൻ്റെ ധൃതിയിലാണ് അദ്ദേഹം. അതാണ് കടന്നു പോകുമ്പോൾ എന്ന വാക്കിനർത്ഥം. ഇനി അടുത്തതാണ് ജന്മനാ അന്ധനായ ഒരുവൻ. കണ്ടു, ജന്മനാ അന്ധനായ ഒരുവൻ. ഇപ്പം നമ്മുടെ കൂടെ ഒരുപാട് പേർക്ക് മക്കളുണ്ട്. ജന്മനാ പല അംഗവൈകല്യങ്ങളും, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളവർ, ഡൗൺ സിൻഡ്രോം ആയിട്ടുള്ളവർ, മന്ദബുദ്ധി അല്ലെങ്കിൽ പലതരത്തിലുള്ള. നമ്മൾ അവരെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, ജന്മനാ ഉള്ള അസുഖമാണ്. ഈ ആശുപത്രിയിലെല്ലാം ഇതിനൊരു മരുന്നില്ല. അത് അവരുടെ കുറ്റമല്ല. നമ്മൾ ധ്യാനകേന്ദ്രത്തിൽ ചെന്ന്, അച്ഛന്മാരുടെ അടുത്ത് ചെന്ന്, വചനപ്രഘോഷകരുടെ അടുത്ത് കിടന്ന്, ഓ ജന്മനാ ഇനി എന്ത് ചെയ്യാൻ പറ്റും, അവരും കൈതറച്ചു. പള്ളിയിലച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അത് ജന്മനാ ഉള്ള അസുഖമാണ്, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എവിടെയാ ഇതിനൊരു മരുന്ന്? എന്താ ഇതിനൊരു സൊല്യൂഷൻ? കർത്താവ് തെറ്റ് ചെയ്തോ ജന്മനാ അവനെ അങ്ങനെ സൃഷ്ടിച്ചതിൽ? ജന്മനാ മനുഷ്യനെ അംഗവൈകല്യങ്ങളായി സൃഷ്ടിച്ചതിൽ ആര് തെറ്റ് ചെയ്തു? കർത്താവ് തെറ്റ് ചെയ്തോ? കർത്താവ് തെറ്റ് ചെയ്യുമോ? കർത്താവിന് തെറ്റ് സംഭവിക്കുമോ? പറയും. ഇവിടെയാണ് നമ്മൾ വിശ്വാസത്തിൽ വളരണം. നമ്മൾ വിശ്വാസത്തിൽ വളരേണ്ട ഒറ്റ പോയിന്റ്, കർത്താവിന് തെറ്റ് പറ്റില്ല. ഒന്ന് പറഞ്ഞില്ല, കർത്താവിന് തെറ്റ് പറ്റില്ല. കർത്താവ് പരിപൂർണനാണ്. കർത്താവ് ഇല്ലായ്മയിൽ നിന്ന് ഈ മനോഹരമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച കർത്താവിന് തെറ്റ് പറ്റില്ല. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരി സഹോദരന്മാരിൽ
ഭയാനകമായ പ്രശ്നങ്ങൾ. അത് ആരുടെ തെറ്റാ? ആരുടെയും തെറ്റല്ല. കർത്താവിന് തെറ്റ് പറ്റില്ല. പിന്നെ അടുത്ത് ഇവിടെ പറയുന്ന കാര്യം കേട്ടോട്ടോ. ശിഷ്യന്മാർ ഈശോനോട് ചോദിച്ചു, റബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? കണ്ടോ, നമ്മുടെ ഉടനെ ചിന്ത ആരുടെയോ, ഇവൻ്റെ പാപമോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ. ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മൾ ഉടനെ ചിന്തിക്കുന്നത് മാനുഷികമായ ഒരു കാഴ്ചപ്പാടിലാണ്. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, സാത്താനെ എൻ്റെ പുറകെ പോകൂ, നിന്റെ ചിന്ത മാനുഷികമാണ്. പിന്നെ നമ്മളെന്താ ചിന്തിക്കുക? മനുഷ്യരല്ല നമ്മൾ. അല്ല, നമ്മൾ ദൈവമക്കളാണെങ്കിൽ ദൈവത്തെ പോലെ ചിന്തിക്കാനുള്ള കൃപ നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ പോരായ്മ. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. പത്രോസ് തന്നെ ആദ്യം പറഞ്ഞു, വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പത്രോസിനെ മാർപ്പാപ്പയായി കർത്താവ് പറഞ്ഞു, എനിക്ക് ജെറുസലേമിലേക്ക് പോകണം, അവിടെ അവരെന്നെ പീഡിപ്പിക്കാൻ നോക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് വേഗം ചെല്ലണം. അയ്യോ, അങ്ങനെയാണെങ്കിൽ അങ്ങ് പോകണ്ട, അങ്ങ് എവിടെ നിന്നാൽ മതി. താനെ ദൂരെ പോവുക. ആദ്യം തന്നെ പത്രോസിനൊരു ഡെലിവറൻസ് കൊടുത്തു. എന്താണ് ഡെലിവറൻസ്? എന്ത് പിശാചാ പത്രോസിൽ കയറിയേക്കണത്? നിന്റെ ചിന്ത മാനുഷികമാണ്. നീ എനിക്ക് എന്താണ് ആ ചിന്ത കൊണ്ട്? നിന്റെ ചിന്ത മാനുഷികമാണ്, ദൈവികമല്ല. എന്നിട്ട് വീണ്ടും പറയാണ്, നീ എനിക്കൊരു ഒബ്സ്ട്രക്ഷനാണ്, നീ എനിക്ക് തടസ്സമാണ്. അവനൊന്നും പറഞ്ഞില്ല, കർത്താവേ നീ എൻ്റെ കൂടെ നിൽക്ക്, ഇന്ന് അവിടെ പോകണ്ട, അത്രേ പറഞ്ഞുള്ളൂ. വാത്സല്യം, സ്നേഹം. പക്ഷേ ആ സ്നേഹത്തിലെ ദൈവികമാണോ ആ സ്നേഹം? ഒന്ന് ചിന്തിക്കൂ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ ദിവസവും നമുക്ക് ചെയ്യേണ്ട ഒരു ഡെലിവറൻസ് പ്രയറാണ്. കർത്താവേ, എൻ്റെ മാനുഷികമായ ചിന്തകളിൽ നിന്നും എന്നെ മോചിപ്പിക്കണേ. വേറെ ഒന്നും പ്രാർത്ഥിക്കണ്ട. സ്വർഗസ്ഥനായ പിതാവെന്നുള്ള പ്രാർത്ഥന ഒന്ന് മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ മതി. അങ്ങയുടെ രാജ്യം വരണമേ. ഡെലിവറൻസ് ആണ് അവിടെ. അങ്ങയുടെ ഹിതം നിറവേറണമേ, എൻ്റെ ഹിതമല്ല. എന്നിട്ട് അവസാനം സകല പിശാചുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണേ. ഏറ്റവും പ്രധാനമായി എൻ്റെ മാനുഷിക ചിന്ത. പൗലോസ് പറയും, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവിക ശക്തിയാകണം. 1 കൊരിന്ത്യർ 2:5. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സമയാധികം കുറച്ച് എടുത്തേക്കാം. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എന്നെ കർത്താവ് ഇരുത്തി ചിന്തിപ്പിക്കുകയാണ് ഇത് പറഞ്ഞുകൊണ്ട്. നിങ്ങൾ എന്താ ചെയ്യണേ? ഈ ജന്മനാ ഉള്ള രോഗങ്ങൾക്ക് വേണ്ടി എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല? ഇവിടെ വിശുദ്ധ അഗസ്തീനോസും വിശുദ്ധ പിതാക്കന്മാർ പറയുന്നത്, അവൻ്റെ പാപവുമല്ല അവൻ്റെ പിതാക്കന്മാരുടെ പാപമല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവന് ജന്മപാപമില്ലെന്നല്ല. അവന് ജന്മപാപവും കർമ്മപാപവും ഉണ്ടാകാം. പക്ഷേ ഈ രോഗത്തിൻ്റെ കാരണം അവരുടെ പാപമോ ഇവൻ്റെ പാപമോ അല്ല. പിന്നെ എന്താ കാരണം? കാരണം പറയുന്നതാണ് വളരെ പ്രധാനം. ഇത് പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. കണ്ടോ, ഇവിടെ 2 കാര്യം മനസ്സിലാക്കണം. ദൈവത്തിന് തെറ്റുപറ്റില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവനെ അന്ധനായി ദൈവം സൃഷ്ടിച്ചത്? ഇവനെ അന്ധനായി ദൈവം സൃഷ്ടിച്ചപ്പോഴേ തന്നെ ദൈവത്തിനറിയാം, എടാ മോനെ, നിന്നെ ഞാൻ നിന്റെ അന്ധതയിൽ നിന്ന് സൗഖ്യമാക്കുമ്പോഴാണ് ലോകം മനസ്സിലാക്കുന്നത് എൻ്റെ പ്രവൃത്തി എന്താണ്, ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണ്. നമ്മളിപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി കാര്യമായിട്ട് കാണുന്നില്ല. നമ്മൾ ഇത്ര കൊന്ത ചെല്ലണു, ഇത്ര വിശ്വാസപ്രമാണം ചെല്ലണു, ഇന്ന പോണു, അവിടെ പോണു, ഇവിടെ പോണു, അതുകൊണ്ട് കാര്യം നടന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി എവിടെ കാണുന്നേ? ദൈവത്തിൻ്റെ അത്യത്ഭുതകരമായ പ്രവൃത്തി നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ തലം ഇനി ഒന്ന് മാറണം. ഇപ്പം ഇത് ജന്മനാ അന്ധനായ കാര്യം. അപ്പോസ്തല പ്രവർത്തനത്തിൽ ആദ്യത്തെ അത്ഭുതം നടന്നത് നമുക്കറിയാം. ഈ പത്രോസും യോഹന്നാനും പെന്തക്കോസ്ത കഴിഞ്ഞിട്ട്
സോളമൻ്റെ ആ ദേവാലയത്തിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ജന്മനാ കണ്ടോ, അവിടെ ഇതേ വാക്ക് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം, മുടന്തന സൗഖ്യം. ഒരു ദിവസം 9-ാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു. വീണ്ടും ജന്മനാ മുടന്തനായ ഒരാളെ എടുത്തുകൊണ്ട് ചിലർ അവിടെ എത്തി. ദേവാലയത്തിൽ പ്രവേശിക്കുന്നവരോട് ഭിക്ഷയാചിക്കാനായി സുന്ദരകവാടമെന്ന് വിളിക്കപ്പെടുന്ന ദേവാലയവാതിക്കൽ അവനെ കിടത്തുക പതിവായിരുന്നു. പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷയാചിച്ചു. പത്രോസും യോഹന്നാനും ദേവാലയവാതിക്കലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് ഞാൻ യൂട്യൂബ് ഓൺ ചെയ്തില്ലയോ? I don't know. ഒരു മിനിറ്റ്. യൂട്യൂബ് ഓണാണോ അല്ലേ? താങ്ക് യു. കുറേ സാധനങ്ങൾ ഇങ്ങനെ ഒരു കമ്പ്യൂട്ടറിലാണ് എല്ലാം. ഓക്കെ, ക്ഷമിക്കണം ഞാനങ്ങ്. ഓക്കെ, അപ്പോൾ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം. നമ്മൾ ശക്തമായി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളെ ഇപ്പോൾ കാണുന്നുണ്ട്. ഞാൻ നിങ്ങളവിടെ ഉണ്ടെന്നുള്ള കാര്യം പെട്ടെന്ന് അങ്ങ് മറന്നുപോയായിരുന്നു, ക്ഷമിക്കണം. എല്ലാവരെയും കാണുന്നുണ്ട് ഇപ്പോൾ ഞാൻ, കേട്ടോ. നമ്മൾ ശക്തമായി എടുക്കേണ്ട ഒരു മേഖലയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ ഈ വീണ്ടും സൂമിലേക്ക് പോവുകയാണ്. ഓക്കെ, എന്ത് പറ്റി? സൂം എവിടെ? ഓക്കെ. എനിക്ക് കഴിഞ്ഞ 1-2 മാസമായിട്ട് ഇത് തന്നെയാണ് എന്നോട് കർത്താവ് പറയണത്. ഇത് തന്നെയാണ് പറയണത്. ഞാൻ ഇത് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ കർത്താവേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. വാസ്തവത്തിൽ ആദ്യകാലങ്ങളിലെല്ലാം കാല് പ്രാർത്ഥിച്ചപ്പോൾ നീണ്ടിട്ടുണ്ട്. കർത്താവ് പറഞ്ഞു ഇവളുടെ കാല് നീളാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണ്ടോ. ജന്മനാ ഈ മുടന്തനായ അവസ്ഥ തന്നെയായിരുന്നു അത്. ജന്മനാ മുടന്തനായ ഒരാളുടെ കാല് നീളാൻ എന്നോട് പറഞ്ഞു, പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കാല് നീണ്ടു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോഴും സംഭവിക്കില്ല? കാല് നീണ്ട മാത്രം മതിയോ? മനുഷ്യരിൽ തന്നെയുള്ള ജന്മനാ ഉള്ള അസുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല? കണ്ടോ, പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷ അയച്ചു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക. കണ്ടോ, ഞങ്ങളവിടെ നോക്ക്, നീ ഇങ്ങോട്ട് നോക്കിയേ. അപ്പം അവൻ വിചാരിച്ചു അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലുള്ളത് ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് അവന്റെ കൈ പിടിച്ചുകൊണ്ട് പൊക്കി. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എണീക്കണം. ഉയർപ്പിന്റെ ശക്തി പത്രോസിൽ നിന്നും മോളത്തിലേക്ക് ഒഴുകി. മോളത്തിന്റെ കാലുകളിതാ ശക്തി പ്രാപിക്കുന്നു. മോളത്തിന്റെ 2 കാലും ശക്തി പ്രാപിക്കുന്നു. ഉത്താനത്തിന്റെ ശക്തി ഇതാ ഇത് ഈ നാട്ടിൽ സംഭവിക്കണം. ഇത് ഈ കാലഘട്ടത്തിൽ സംഭവിക്കണം. ജന്മനാ ഉള്ള രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണം. എല്ലാ ഓട്ടിസവും സിൻഡ്രോമും എല്ലാ തരത്തിലുള്ള ജന്മനാ ഉള്ള രോഗങ്ങളെയും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ഭക്ഷിക്കുന്നു. ഞങ്ങൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ശരീരരക്തം ഭക്ഷിക്കുന്നു. ഞങ്ങളിൽ നീതി ചെയ്യണം. ഞങ്ങളിലൂടെ ഇത് ചെയ്യണം. ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ സഹോദരങ്ങളിലും ഇതുപോലെയുള്ള ജന്മനാ ഉള്ള രോഗങ്ങളെ അങ്ങ് സൗഖ്യപ്പെടുത്തണം. Heal the sick, raise the dead,
എല്ലാവരും സ്തുതിച്ചു. സൗണ്ട് ഒന്നും നോക്കിയിട്ട് കാര്യമില്ല മോനെ. സൗണ്ട് എന്താ? സൗണ്ട് ഒച്ച കൂടുമ്പോൾ പതറും. നോ പ്രോബ്ലം. ഇപ്പം ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. സൗണ്ട് ഞാൻ കുറച്ചാലേ പറ്റുള്ളൂ. എല്ലാവരും ഇനി മൈക്ക് ഓൺ ചെയ്തൊന്ന് സ്തുതിക്കാം. ഈ പോയിന്റ് എടുത്ത് സ്തുതിക്കാം. ഈശോയെ, നിത്യപുരോഹിതനായ ഈശോയെ, ഞങ്ങളെ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങളിൽ വസിക്കുന്നു, അങ്ങ് ഞങ്ങളിൽ ജീവിക്കുന്നു, അങ്ങ് ഞങ്ങളിൽ വസിക്കുന്നു, അങ്ങ് ഞങ്ങളിൽ ജീവിക്കുന്നു. ഇപ്പോ ഇപ്പോ നമ്മൾ ഈ പ്രാർത്ഥിച്ച സമയത്ത് കർത്താവേ, അങ്ങയുടെ രോഗശാന്തി അഭിഷേകം ഞങ്ങൾക്ക് തരണേ. അങ്ങയുടെ അത്ഭുത രോഗശാന്തി അഭിഷേകം ഞങ്ങൾക്ക് തരണേ. അത്ഭുത രോഗശാന്തി നൽകണം. ജന്മനാ ഉള്ള രോഗങ്ങളിൽ നിന്നും മോചനം നൽകണം. ജന്മനാ ഉള്ള കുറവുകളിൽ നിന്നും മോചനം നൽകണേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. ജന്മനാ ഉള്ള രോഗങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന അങ്ങനെയുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണേ. ഞങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണേ. ജന്മനാ ഉള്ള രോഗങ്ങൾ ഓക്കെ. ശാന്തമാകുക, ശാന്തമാകുക, എല്ലാവരും ശാന്തമാകുക. മറ്റൊരു സംഭവം, ഈശോ മർക്കോസിന്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലെ ഒരു സംഭവം. ഹലോ, നിശബ്ദമാകുക, നിശബ്ദമാകുക, ശാന്തമാകുക. ഹലോ 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 ഹലോ. നിങ്ങള് എന്ത് പറയാനാ? കർത്താവേ, സിസ്റ്റർ എല്ലാം ഓഫ് ആക്കാമോ? ഒന്ന് എല്ലാവരുടെയും എല്ലാം മ്യൂട്ട് ചെയ്യാമോ? താങ്ക് യു. നമ്മുടെ സമയമായി. പിന്നെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആർക്കൊക്കെയോ വിശ്വാസത്തിന്റെ വലിയ വരം ഈ നിമിഷങ്ങളിൽ കിട്ടുന്നതായിട്ട്, രോഗശാന്തി കിട്ടുന്നതായിട്ട്, അവർക്ക് വരങ്ങൾ കൊടുക്കുന്നതായിട്ട് ഈശോ ഒരു സന്ദേശം തന്നു.
അത് ആർക്കാന്ന് എനിക്കറിയില്ല. അതെ, ഒരുപാട് പേർക്ക് അത്ഭുത രോഗശാന്തിയുടെ വരം കിട്ടിയിട്ടുണ്ട്, പലർക്കും സൗഖ്യം കിട്ടിയിട്ടുണ്ട്. എനിക്ക് അനുഭവമുണ്ട്. അപ്പം എന്താ പറഞ്ഞത് സിസ്റ്ററെ? അതെ, അത് ഞാൻ കാണുന്നുണ്ടായിരുന്നു. വെരി ഗുഡ്. ഈശോ അങ്ങനെ ഒരു വരം നൽകുന്നത്. ഓക്കെ. അത് വെച്ചാൽ പലരുടെയും കൈകൾ കാണാമായിരുന്നു, ഭയങ്കരമായിട്ട്. അതെ, ഇപ്പോൾ ഒരു വചനം കൂടി ഞാൻ പറഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ സമാപനത്തിലേക്ക് വരാം. ഇനി എത്ര മിനിറ്റ് ഉണ്ട്? എനിക്ക് സമയം കഴിഞ്ഞു. ഒരു 10 മിനിറ്റ് കൂടി എടുക്കാമോ? സമയം കഴിഞ്ഞു. നമ്മുടെ സമയം എന്നാലും കുഴപ്പമില്ല ബ്രദറെ, 10 മിനിറ്റ് എടുക്കാം. ഓക്കെ. അച്ഛന്മാരൊരു ബ്ലെസ്സിങ്ങിന് വേണ്ടി ഇരിപ്പുണ്ട്. ഓക്കെ, ഐ വിൽ കം ബാക്ക്. ഞാൻ ഈ അടുത്ത വചനം കൂടി പറഞ്ഞിട്ട് ഉടനെ നിർത്താം. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിശാച് ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു. അവൻ ശിഷ്യന്മാരുടെ അടുത്തെത്തിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടം അവരുടെ ചുറ്റും കൂടിയിരുന്നു. നിയമജ്ഞർ അവരോട് തർക്കിച്ചു കൊണ്ടിരുന്നതും കണ്ടു. അവനെ കണ്ട ഉടനെ ജനക്കൂട്ടം മുഴുവനും വിസ്മയഭരിതരായി ഓടിക്കൂടി അവനെ അഭിവാദനം ചെയ്തു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് അവരുമായി തർക്കിക്കുന്നത്? ജനക്കൂട്ടത്തിൽ ഒരാൾ മറുപടി പറഞ്ഞു, ഗുരു, ഞാൻ എൻ്റെ മകനെ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണം, മൂകനായ ഒരാത്മാവ് അവനെ ആവേശിച്ചിരിക്കുന്നു. അതെവിടെ വെച്ച് അവനെ പിടികൂടിയാലും അവനെ നിലം പതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ല് കടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കാൻ, ശ്രദ്ധിക്കണേ, അതിനെ ബഹിഷ്കരിക്കാൻ അങ്ങയുടെ ശിഷ്യന്മാരോട് ഞാൻ അപേക്ഷിച്ചു. അവർക്ക് കഴിഞ്ഞില്ല. ഇതാണ് നമ്മുടെ ഇന്നത്തെ അവസ്ഥ. പറയും, ഏതെങ്കിലും ഒരു ശിഷ്യൻ മുന്നോട്ട് വരുന്നുണ്ടോ അങ്ങനെയുള്ളതിനെ ബഹിഷ്കരിക്കാൻ? എന്ത് ശിഷ്യന്മാരാണ് നമ്മൾ? അവൻ അവരോട് പ്രതിവചിച്ചു, വിശ്വാസമില്ലാത്ത തലമുറയെ, എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? എന്നിട്ട് ഒരുപക്ഷെ ഒരു ദീർഘനിശ്വാസം വലിച്ചിട്ട് പറഞ്ഞ്, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുപോവാ. അവർ അവനെ അവൻ്റെ അടുക്കൽ. അപ്പോൾ ആ കർത്താവിൻ്റെ ആ കോൺഫിഡൻസ് ചിന്തിക്കണം. അവനെ ഇങ്ങ് എൻ്റെ അടുത്ത് കൊണ്ടുപോവാ. അവർ അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ ഉണ്ടായ സംഭവം, അവനെ കണ്ട ഉടനെ ആത്മാവ് കുട്ടിയെ തള്ളിയിട്ട് അവൻ നിലത്ത് വീണ് ഉരുളുകയും അവൻ്റെ വായിലൂടെ നുരയും പതയും പുറപ്പെടുകയും ചെയ്തു. യേശു അവൻ്റെ പിതാവിനോട് ചോദിച്ചു, ഇത് തുടങ്ങിയിട്ട് എത്ര കാലമായി? അവൻ പറഞ്ഞു, ശൈശവം മുതൽ. ഇതാണ് നമ്മുടെ പോയിന്റ് കേട്ടോ, ശൈശവം മുതൽ. അതായത് അവന് അത് ജന്മനാ ഉള്ള ഒരു രോഗമാണത്. പലപ്പോഴും അത് അവനെ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട്. എന്നിട്ട് അടുത്ത പോക്ക്, എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണം. ഇനിയുള്ള ഈശോയുടെ ഉത്തരമാണ്. ഈശോയുടെ ഉത്തരം എന്താ? ഇത് നമുക്ക് ബൈഹാർട്ടായിരിക്കേണ്ടതാണ്. കഴിയുമെങ്കിലെന്നോ. എന്നെല്ലാവരും നിങ്ങൾ മൈക്ക് ഓൺ ചെയ്യാണ്ടൊന്ന് എല്ലാവരും ഒന്ന് ഏറ്റു പറഞ്ഞോളൂ. കഴിയുമെങ്കിലെന്നോ. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. ഹല്ലേലൂയാ. ഇതാണ് നമ്മൾക്ക് മുദ്രാവാക്യം. കഴിയുമെങ്കിലെന്നോ. വിശ്വസിക്കുന്നവന് എല്ലാ കാര്യവും സാധിക്കും. ഉടനെ കുട്ടിയുടെ പിതാവ് വിളിച്ചു പറഞ്ഞു, ഇതാണ് നമ്മുടെ പ്രാർത്ഥന. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം പരിഹരിച്ച് എന്നെ സഹായിക്കണമേ. നമ്മളിൽ ഇപ്പോഴും ഒരുപാട് തരത്തിലുള്ള അവിശ്വാസങ്ങളുണ്ട്, അത് പരിഹരിക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് സംഭവങ്ങൾ നടന്നു. ഞാനിപ്പോൾ സമയമില്ലാത്തതിൻ്റെ പേരിൽ അവസാനം ആ ഈശോ ശിഷ്യന്മാരോടുകൂടെ വീട്ടിലെത്തിയപ്പോൾ 28 ഈശോ വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ സ്വകാര്യമായി അവൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അതെ, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? അവൻ പറഞ്ഞു, കണ്ടോ, ഇവിടെ പഴയ ബൈബിളിൽ അല്ലെങ്കിൽ അടിക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്, പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ
മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോകയില്ല. അപ്പോൾ നമ്മൾക്കിടെ പ്രാർത്ഥനയിൽ ഇനിയും വളരെ അധികം വളരാനുണ്ട്. എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് പ്രാർത്ഥിക്കണം? വിശ്വാസം വർദ്ധിക്കാൻ പ്രാർത്ഥിക്കണം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒന്നുകൂടി നമ്മൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മാത്രമല്ല ഈ വരം, ഈ വിശ്വാസം നമുക്കുണ്ടാകാനും, ഇപ്പോൾ 3 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു. ജന്മനാ ഉള്ള രോഗങ്ങളാണ് കർത്താവ് സൗഖ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ മേഖലയിൽ നമ്മളെല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കണം. ജന്മനാ രോഗങ്ങളുള്ളവരെ പ്രത്യേകം കരുണ കാണിക്കണം. അവരുടെ മാതാപിതാക്കളോടും കരുണ കാണിക്കണം. കർത്താവിൽ കൂടുതൽ ശക്തമായി വിശ്വസിച്ചുകൊണ്ട് അവരെ എൻകറേജ് ചെയ്യണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ തരുന്നു. നിങ്ങൾ ഇങ്ങനെയുള്ളവർ എനിക്ക് മെസ്സേജ് ഇടാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഫോൺ വിളിച്ച് പ്രാർത്ഥിക്കാം. എനിക്കത് വലിയ ഒരു പ്രചോദനം തരികയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളവർക്കും ഡൗൺ സിൻഡ്രോം ആയിട്ടുള്ളവർക്കും ജന്മനാ ഉള്ള രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ വാട്സപ്പ് നമ്പർ 00919447196033 00919447196033. ഉടനെ പേര് ആരും വിളിക്കരുത്. ആദ്യം നിങ്ങളൊരു വാട്സപ്പിൽ എൻ്റെ പേരിട്ടിട്ട് ഒരു മെസ്സേജ് തരണം, എന്താണ് പ്രശ്നങ്ങൾ എന്നുള്ളത്. ഉടനെ വിളിച്ചാൽ ഞാൻ എടുക്കാൻ പറ്റില്ല. ഞാൻ ഇതേമാതിരി ശുശ്രൂഷയിലായിരിക്കും. ഡയറക്റ്റ് വിളിക്കാണ്ട് ആദ്യം മെസ്സേജ് ഇട്ട് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. വരുവിൻ, നമുക്ക് എല്ലാവർക്കും ചേർന്ന് നിങ്ങളിനി മൈക്ക് ഓൺ ചെയ്യണ്ട. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളങ്ങ് മൈക്ക് ഓൺ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ എന്നെ ശ്രമിക്കണമില്ല. നിങ്ങളവിടെ കഞ്ഞിയും കറി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ നിർത്താമെന്നും പറഞ്ഞ് 10 മിനിറ്റ് കിടന്ന് ഒച്ചയെടുത്തിട്ട് ആരും നിർത്തണില്ല. ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മൾ കാതോർക്കണം. നമ്മളങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, എന്താണ് ശുശ്രൂഷയിൽ പറയുന്നതെന്നുള്ളത് ഓർക്കണം കേട്ടോ. ക്ഷമിക്കണേ ഞാനത് പറഞ്ഞതിന്, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ശുശ്രൂഷ നടത്തും? അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കാതോർക്കണം. വരൂ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നതകളും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് അത്ഭുത രോഗശാന്തി ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ അത്ഭുതമായ ഇടപെടലിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ അത്ഭുതമായ ഇടപെടൽ നടത്തണേ. യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. പുറത്തു വരിക. ഇൻ ദി നെയിം ഓഫ് ജീസസ്. കർത്താവേ, മാറാ രോഗങ്ങൾ മാറട്ടെ. അങ്ങയുടെ അത്ഭുതകരമായ പ്രവർത്തനത്തിന്റെ ആവശ്യം, അങ്ങയുടെ പ്രവൃത്തികൾ ലോകത്തിന് വെളിപ്പെടാൻ വേണ്ടി, അങ്ങയുടെ മഹത്വം ലോകത്തിന് വെളിപ്പെടാൻ വേണ്ടി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മ്യൂട്ടായി പോയല്ലോ. എത്ര നേരമായി മ്യൂട്ടായിട്ട്? ഓക്കെ. ഹലബല 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 ഹലബല. In the name of Jesus. In the name of Jesus, all blood vessels, tissues, bones and muscles come back to normal healthy condition. ഇപ്പോൾ തളർവാദ രോഗി, ഒരു വശം തളർന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ഒരു വശം തളർന്ന ഒരാളെ കർത്താവ് ഇപ്പോൾ സൗഖ്യപ്പെടുത്തുന്നു. In the name of Jesus, all blood vessels, tissues, bones and muscles come back to normal healthy condition and be healed. ശിരസിൽ തലയുടെ ഒരു വശത്തുള്ളൊരു മുഴ കർത്താവ് എടുത്ത് മാറ്റുന്നു. തലയുടെ ഒരു വശത്തുള്ള മുഴ കർത്താവ് എടുത്ത് മാറ്റുന്നു. അനേകം പേർക്ക് അത്ഭുത രോഗശാന്തിയുടെ വരം നൽകുന്നു. അത്ഭുത രോഗശാന്തിക്കുള്ള വരം നൽകുന്നു. ട്രസനും മരിയയും സന്ദേശങ്ങൾ പറഞ്ഞോളൂ. പ്ലീസ് സ്പീക്ക്. ട്രസൻ,
രോഗശാന്തിയിലെ സന്ദേശങ്ങളൊന്ന് അനൗൺസ് ചെയ്യാം. Can you hear me? Yes. Oh, man. Yeah. Hallelujah, hallelujah, hallelujah. Praise the Lord, hallelujah. We adore you, we glorify you. We thank you for the wonderful healings that is happening in this community, dear Lord. Hallelujah, hallelujah, hallelujah. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇപ്പോഴും ഞങ്ങളോടൊപ്പം വസിക്കുന്ന കർത്താവേ, അങ്ങ് ഞങ്ങളെ സുഖപ്പെടുത്തുവാനായിട്ടുള്ള അങ്ങയുടെ തീക്ഷ്ണമായിട്ടുള്ള അഭിലാഷത്തെ പ്രതി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ ദൈവം, ഈ കമ്മ്യൂണിറ്റിയിൽ അങ്ങ് നടത്തുന്ന അത്ഭുതകരമായ രോഗശാന്തികളെ പ്രതി നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മളുടെ സഹോദരങ്ങളിൽ ഒരാളുടെ കുടുംബത്തിൽ ഒരു വ്യക്തിയാണ് കുറെ നാളായിട്ട് ഏതോ ഒരു മരത്തേന്നോ എവിടെയെന്നോ വീണിട്ട് അദ്ദേഹത്തിന്റെ ഈ ഹിപ്പ് ഏണോ ആ സൈഡില് ആ ഒരു എല്ല് ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണേ. എന്നിട്ട് അത് അവിടെ ഫിറ്റ് ആയിപ്പോയി, അങ്ങനെ ഫിക്സ് ആയിപ്പോയി. അപ്പൊ എന്നിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ചെരിഞ്ഞ് ഇങ്ങനെ അതെങ്ങനെയാ അദ്ദേഹം നടക്കുന്ന കാണുമ്പോൾ നമുക്ക് ഒത്തിരി സങ്കടം തോന്നും. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വശത്തോട്ട് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ വളഞ്ഞാണ് അദ്ദേഹം നടക്കുന്നത്. ആ നടക്കുന്ന ആളുടെ ആ അദ്ദേഹത്തിന്റെ ആ വലത്തുവശത്ത് എല്ലിലോട്ട് കർത്താവ് പോയി കൈ അങ്ങോട്ട് വെച്ചിട്ട് അങ്ങനെ ഞാനൊരു കിടക്കുന്നൊരു ഒച്ച കേട്ടു. അപ്പൊ അതിന്റെ കർത്താവ് അതിനെ നല്ലപോലെ അങ്ങ് സുഖപ്പെടുത്തി. ആ മനുഷ്യൻ ഇപ്പൊ ഓടിച്ചാടി തുള്ളിച്ചാടി നടക്കുന്ന ആ ഒരു വിഷയം ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മക്കളില്ലാത്ത 2 ദമ്പതികൾക്ക്, അതിനകത്ത് ഒരാളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒത്തിരി പ്രായമായി. അവര് ശ്രമമല്ല ഉപേക്ഷിച്ചു. ഇനി അവരൊരു കുഞ്ഞിനെ ദത്തെടുക്കാമെന്ന് വിചാരിക്കുന്നു. നാട്ടുകാർ പറയുന്നു നിങ്ങൾക്ക് ഇപ്പൊ എന്തിന്റെ കേടാ, എന്തിനാണ്. പക്ഷെ ആ ഒരു അവസ്ഥയിൽ ഒരു വ്യക്തിക്ക് അവർക്ക് അവരുടെ തന്നെ കുഞ്ഞിനെ കർത്താവ് കൊടുക്കുകയാണ്. ഇത് അസാധ്യമാണെന്ന് നാട്ടുകാരും വീട്ടുകാരും അവരെല്ലാം വിധി എഴുതിയ അവരാണ്. അവർക്ക് കർത്താവിനെ കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്ന ഈ സമയത്ത്. പിന്നെ ഒരു കുഞ്ഞിന് ഇപ്പൊ ഒരു 3 months-ഓളം ഉണ്ട് ആ കുഞ്ഞിന്. അതിന് ഗർഭത്തിലായിരുന്നപ്പം തന്നെ അതിന്റെ ഹൃദയത്തിന്റെ വാൽവിന് തകരാറാണ്. അപ്പോ അത് ഡോക്ടർമാർ 2 തരത്തിലുള്ള ഒപ്പീനിയനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പൊ സർജറി ചെയ്താൽ അതിന് വേറെ കോംപ്ലിക്കേഷൻ ഉണ്ടാകും. പക്ഷെ അത് കുറെ കൂടെ വളർന്ന് അതിന് നാച്ചുറൽ ആയിട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ അത് 50-50 ചാൻസേ പറയുന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ കർത്താവ് ഇപ്പൊ ആ കുഞ്ഞിനെ ആ കുടുംബത്തെ ഒക്കെ സൗഖ്യപ്പെടുത്തി ഭയങ്കരമായിട്ട് ശക്തമായിട്ട് അഭിഷേകം. പക്ഷെ കർത്താവ് ഒരു കാര്യം അവരോട് പറയുന്നത്, ആ കുടുംബത്തില് ഈ ഇവരുടെ നിരാശയുടെ ഒരു ദുരാത്മാവ് എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ഇങ്ങനെ പഴിക്കുകയാണ് ദൈവത്തെ. എന്ന് വെച്ചാൽ ഈ കുഞ്ഞിനെ തരുന്നു, നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എങ്കിലും ഈ കുഞ്ഞിനെ ഈ അവസ്ഥയിൽ തന്ന ദൈവത്തിനെ പഴിക്കുന്ന, അതിൽ നിന്ന് മാറി ദൈവത്തിന്റെ മഹത്വം കൊടുക്കാൻ നന്ദി പറഞ്ഞ് സ്തുതിക്കാൻ പറയുന്നു. കർത്താവ് ഒരുപാട് ആ കുടുംബത്തെ മരിയ ഉണ്ടോ? മരിയ ഒന്ന് പറയാമോ? മരിയക്ക് എന്താ മെസ്സേജ്? ഞാനിതുപോലെ തന്നെ ഒരു ആണാണ്. വലത് കാല് അത് കാലങ്ങളോളമായി ഇങ്ങനെ കാലിന് വലിപ്പം കുറവുണ്ട്. ഇങ്ങനെ ചട്ടി നടക്കുകയാണ്. പുറമെ അങ്ങനെ നടന്നിട്ട് ഒരു ചെറിയ മുഴ പോലെ ഇങ്ങനെ അങ്ങനെ വന്നിട്ടുണ്ട്. ആ വ്യക്തി ഓടി നടക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. അതുപോലെ തന്നെ ഇടത് കൈ ഒരു ഗ്ലാസ് പോലും പിടിക്കാൻ പറ്റില്ല. ഈ ഞരമ്പുകളൊക്കെ ശോഷിച്ച ഒരു ഇടത് കൈ വർഷങ്ങളായിട്ടുള്ളതാണ്. ഒരു ഗ്ലാസ് അങ്ങനെ ആ വ്യക്തിക്ക് ആ ഞരമ്പുകളൊക്കെ ഇങ്ങനെ ബലപ്പെട്ട് വന്ന് ആ കൈ അങ്ങോട്ട് കൈക്ക് നല്ലൊരു ബലം കിട്ടുക. ഇത് രണ്ടുമാണ് ഞാൻ ഈ അത്ഭുതകരമായിട്ട് കണ്ടത്. വേറെയും ഈ ഇത്രയും സന്ദേശങ്ങൾക്ക് വേണ്ടി നമുക്ക് നന്ദി പറയാം. പക്ഷെ ഒരുപാട് വേറെ ഹീലിങ്സ് നടന്നിട്ടുണ്ട്. നമ്മളെല്ലാവർക്കും കർത്താവ് എൻ്റെ അടുത്ത് വന്നവരാരെയും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ ആ വചനം പൂർണ്ണമായിട്ട് സ്വീകരിക്കാം. ഇനി ഒരു മിനിറ്റ് കൂടി നിങ്ങളിൽ ഇന്നത്തെ ക്ലാസ് കേട്ടതിൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു പുതിയ ഉൾക്കാഴ്ച എന്താണെന്ന് 1-2 പേരൊന്ന് പങ്കുവച്ചിട്ട് നമുക്ക് സമാപന ആശീർവാദത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ഈ ക്ലാസ് പരിശുദ്ധാത്മാവ് നമുക്ക് എന്താ പഠിപ്പിച്ചത്? എന്ത് പഠിച്ചു? നമ്മുടെ ദൈവാരാധനയിൽ കഴിയുമ്പോൾ ദൈവവചനത്തിന് നമ്മൾ കേട്ട കുർബാനയിലൊക്കെ കേട്ട വചനങ്ങൾ കൂടുതൽ ധ്യാനിച്ച് ആരാധന നടത്താം എന്നുള്ളൊരു വലിയ ബോധ്യം ഉണ്ടായി. വെരി ഗുഡ് ശ്യാമ, വെരി ഗുഡ്. ഓക്കെ, അടുത്ത ആൾ പറയാം. നിരന്തരം വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. വിശ്വാസം വളരണം. വെരി ഗുഡ്. അതിന് സുവിശേഷം
രോഗങ്ങൾക്ക് വേണ്ടി കൃത്യമായി നമ്മൾ പ്രാർത്ഥിക്കണം. ജന്മനായുള്ള രോഗങ്ങൾക്ക് വേണ്ടി പലപ്പോഴും പലരും പ്രാർത്ഥിക്കാറില്ല. എല്ലാവരും ഈ അടുത്ത കാലത്തുള്ള രോഗശാന്തിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നത് അതൊരു നല്ല ബോധ്യമായിരുന്നു. വെരി ഗുഡ്. ഓക്കെ, വിശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വാസം ഒരു വരമായി. ഇന്ന് ഈശോ നമ്മുടെ മാനവികതയെ ഈശോയുടെ മനുഷ്യാവതാരം ഏറ്റെടുത്തിരിക്കുന്നു. എന്നുള്ള ഈശോയുടെ കുരിശിന്റെ ചുവട്ടില് പരിശുദ്ധ അമ്മയോട് കൂടെ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും അതിലുണ്ട് എന്നുള്ളത്. ഓക്കെ, താങ്ക് യു. എല്ലാ കാര്യങ്ങളും ബലിയിലൂടെ ആണ് സംഭവിക്കുന്നത്. അതെ, ഓൾറൈറ്റ്. ഈ തിങ്കൾ ചൊവ്വ ബുധൻ 3 ദിവസം എമ്മാവൂസ്, കളമശ്ശേരിയിലുള്ള എമ്മാവൂസിൽ നമ്മൾ ഈ വരദാനങ്ങൾക്കും മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ചും വരദാനങ്ങളെക്കുറിച്ചും 3 ദിവസത്തെ ധ്യാനമുണ്ട്. നിങ്ങളിൽ സാധിക്കുന്നവർക്ക് അതിന് വരാം. എമ്മാവൂസ് കളമശ്ശേരിയിലാണ്. എറണാകുളത്ത്, ആലുവയിൽ നിന്ന് എറണാകുളത്ത് പോണ വഴിക്ക് HMT വാച്ചിൽ HMT ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഒരു 3 ഫർലോങ് നടന്നാൽ മതി. അതാണ് എമ്മാവൂസ് കരിസ്മാറ്റിക്കിൻ്റെ കേന്ദ്രം. അവിടെ 9 മണിക്ക് ആരംഭിക്കുന്നു. അവിടെ നേരിട്ട് അങ്ങ് വരാം. അവിടെ വേണമെങ്കിൽ 3 ദിവസം താമസിക്കാം, അല്ലെങ്കിൽ വന്നു പോകാം. അതാണ്. അതുകൂടാണ്ട് അട്ടപ്പാടിയിൽ 20-20 തീയതി വൈകുന്നേരം മുതൽ 24 തീയതി രാവിലെ വരെ വേറെ ഒരു പ്രോഗ്രാമുണ്ട്. അത് അല്പം ഇംഗ്ലീഷായിരിക്കും, കുറച്ച് മലയാളവും പറയും. എന്നാൽ ഇംഗ്ലീഷും മലയാളത്തിലായിരിക്കും. അത് വരദാനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് എന്നെ ഇതിനു വേണ്ടി ക്ഷണിച്ച സിസ്റ്ററിനും ടീമിനും എല്ലാം നന്ദി പറയുന്നു. ഇനി നമുക്ക് അച്ഛൻ ആശീർവദിക്കാം. കർത്താവിന്റെ സാന്നിധ്യത്തിൽ ഒരിക്കൽ കൂടി ഈശോയ്ക്ക് നന്ദി പറയാൻ നമ്മുടെ വികാരത്തിന്റെ സാന്നിധ്യത്തിലാണ് ജീവിക്കുന്ന. ദൈവത്തിന്റെ പുത്രനായ ഈശോയുടെ സാന്നിധ്യത്തെ എല്ലാ നിമിഷവും ഏറ്റുപറയുവാനായിട്ട് നമ്മുടെ ഹൃദയവും ശരീരവും മനസ്സും ബുദ്ധിയും എല്ലാം അവിടുത്തെ മുൻപിൽ അടിയറവ് വെച്ചുകൊണ്ട് പ്രഭു നമ്മളോട് പറഞ്ഞു തന്നതുപോലെ തന്നെ വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട് നമ്മുടെ മാനുഷിക ചിന്തകളെക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവത്തിന്റെ ശക്തി നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ജീവിതത്തില് കുറവുകള്, കുറ്റങ്ങള് ഒക്കെ വീഴ്ചകളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിലും മാപ്പപേക്ഷയും കർത്താവിന്റെ തിരുമുമ്പില് വലിയൊരു വിടുതലിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് കർത്താവിന്റെ സാന്നിധ്യത്തിലായതുകൊണ്ട് വളരെ പ്രത്യേകമായിട്ട് തോമസ് പോൾ ബ്രദറിന്റെ നിയമങ്ങളൊക്കെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി നമുക്ക് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാം. വൈദികരെല്ലാവരും ഒന്ന് ചേർന്ന് ഇപ്പോൾ ആശീർവാദം നൽകുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും. താങ്ക് യു അച്ചോ. ബ്രദറെ ഒത്തിരി നന്ദി ബ്രദറെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ട്രെസൻ, മരിയ, പീറ്റർ, ജോർജ്, ഷിമി, ഷാജി, എല്ലാവർക്കും നന്ദി. സിസ്റ്ററെ പ്രത്യേക നന്ദി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സിസ്റ്റർ, വെൽ ഡൺ. എമ്മാവൂസിൽ കാണാമല്ലോ. ഓക്കെ, ഷാൽ ഐ ലീവ് നൗ? വെൽക്കം. യെസ്, ഇനി നമ്മുടെ യൂട്യൂബിലുള്ള എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളുടെ ഷെയറിങ് ഞാൻ കുറച്ചൊക്കെ വായിച്ചു. ഇപ്പോൾ ഞാൻ കണ്ടു, ഒരാൾ പറഞ്ഞു വിശ്വാസം വർദ്ധിച്ചു വരുന്ന അനുഭവം ഉണ്ടായി. ജെയിംസ്, ബെർണാഡ് ഡിസിൽവ, താങ്ക് യു ബെർണാഡ്, സോണിയ. അപ്പോൾ നമ്മൾ ഈ ശുശ്രൂഷയിൽ ഒരു പുതിയ അധ്യായം നമ്മൾ തുറക്കുകയാണ്. ജന്മനാ ഉള്ള രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പഠിക്കാം. കർത്താവ് സുവിശേഷത്തിൽ എവിടെയെല്ലാമാണ് അങ്ങനെ ജന്മനാ ഉള്ള കാര്യങ്ങൾ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നത് ഓരോന്നും എടുത്ത് നമ്മൾ അതിനെ വിശകലനം ചെയ്ത് ആ വിശ്വാസം നമുക്ക് തരണം. കഴിയുമെങ്കിലെന്നോ
വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അവിശ്വാസം പരിഹരിക്കണമേ. അപ്പോൾ നമ്മൾക്ക് അവിശ്വാസം മാത്രമല്ല, പല അന്ധവിശ്വാസങ്ങളുമുണ്ട്. അതാണ് നമ്മുടെ പ്രശ്നം. നമ്മളുടെ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ഇത് നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല. കാരണം അത് നമ്മുടെ മാനുഷികമായ ചിന്തയാണ്. ഓ, അത് എന്ത് ചെയ്യാൻ പറ്റും, ജന്മന ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് ഡെലിവറൻസ് വേണം. ഗെറ്റ് അവേ സേറ്റൻ, സാത്താനെ എൻ്റെ മുന്നിൽ നിന്ന് പോവുക. പത്രോസിനോടാണ് പറയണത്, നിൻ്റെ ചിന്ത മാനുഷികമാണ്, ദൈവികമല്ല. നീ എനിക്കൊരു ഒബ്സ്ട്രക്ഷനാണ്. ഇത് തന്നെ മുറുക്കെ പിടിക്കുക. എന്താണ് നമ്മളിൽ ഇനിയുമുള്ള മാനുഷികമായ ചിന്തകൾ? നമ്മളിങ്ങനെ കുറച്ചൊക്കെ വിദ്യാഭ്യാസമായിപ്പോയി, കുറച്ചൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ മനസ്സ് എപ്പോഴും ഒരു സയൻറ്റിഫിക് മനസ്സാണ്. എന്നാൽ ദൈവത്തിൻ്റെ സയൻസ്, ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഉയർപ്പിൻ്റെ സയൻസ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. നമ്മൾ എഴുതിയൊരു ഗാനമുണ്ട്, മാതാവിനെ കുറിച്ചുള്ളൊരു ഗാനം ഇതാണ്: ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് വിശ്വസിച്ചവളെ നീ ഭാഗ്യവതി. കണ്ടോ, ഇതന്നെ എപ്പോഴും എൻ്റെ ആത്മാവിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കുണ്ടാകേണ്ട വിശ്വാസമാണത്. അത് കാറ്റഗിസത്തിൽ 274 ഖണ്ഡികയിൽ പറയുന്നുണ്ട്. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ഒരിക്കലെങ്കിലും നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ആഴമായി പ്രാർത്ഥിക്കേണ്ടത്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. അപ്പോൾ ആ മേഖലയിൽ ഇനിയും നമുക്ക് ഡെവലപ്മെൻറ്റ് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നമ്മളിവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി. ഈ ക്ലാസ് ഒരുപക്ഷെ ഇതിൻ്റെ ഓഡിയോ ചിലപ്പോൾ ഞാൻ അതിശക്തമായ അഭിഷേകം വന്നപ്പോൾ തീർച്ചയായിട്ടും ഓഡിയോ എല്ലാം പതറും. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ അഭിഷേകം നമ്മളിലേക്ക് ഇറങ്ങുന്ന നിമിഷമാണത്. അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും കേട്ട് ആ അഭിഷേകം കൊണ്ട് അങ്ങ് നിറയും. അങ്ങനെ നമ്മളിലുള്ള വരദാനങ്ങൾ ജ്വലിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. നാളെ നമുക്ക് ഇന്നത്തെ പോലെ കാറ്റഗിസത്തിൻ്റെ 2 സെഷൻ ഉണ്ടാവും. പിന്നെ ഞായറാഴ്ച ഒഴിവാണ്. തിങ്കൾ, ചൊവ്വ, ബുധൻ 3 ദിവസം ഞായറാഴ്ച ഒഴിവാണെങ്കിലും ചിലപ്പോൾ ഞായറാഴ്ച മഞ്ഞു മാതാവിൻ്റെ വൈപ്പിലുള്ള മഞ്ഞു മാതാവിൻ്റെ പള്ളിയിലൊരു കാറ്റഗിസത്തിൻ്റെ ശുശ്രൂഷ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തിങ്കൾ, ചൊവ്വ, ബുധൻ എമ്മാവൂസിലെ ധ്യാനമാണ്. അത് അവിടെ നിന്ന് ലൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കുകയാണ്. മിക്കവാറും പറ്റിയേക്കും. താങ്ക് യു സോണിയ. അപ്പം മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തിങ്കൾ, ചൊവ്വ, ബുധൻ ഉള്ള പ്രോഗ്രാമിൽ നിങ്ങളെല്ലാം കയറാൻ ശ്രമിക്കുക. ലൈവ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അറ്റ്ലീസ്റ്റ് നമ്മുടെ ടെലിഫോണിലൂടെ ലൈവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. പ്രൈസ് ദ ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് വിശ്വസിച്ചവളെ നീ ഭാഗ്യവതി. ദാസിതൻ താഴ്മയെ ദൈവം കടാക്ഷിച്ചു, തലമുറകളെല്ലാം നിന്നെ പ്രകീർത്തിക്കും. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സോണിയ, പ്രിൻസി, ഷേർലി, മിനി, ടെസ്സി, എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഷാജി, ഷിബി, ബെർണാഡ്, യുക്രിസ്റ്റ, ഹല്ലേലൂയ, തോംസൺ, റോസ്, ടോമി, അനീഷ്, പോൾ, മോളി, ജോസഫ്, ജോമോൾ, ജോൺസൺ, ഐസിയു, ജയ, സാം, Mary, Aji, Viji, Daisy, yes, Sunny, praise the Lord.